നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ചെന്നിത്തല കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗഡർ തകർന്നു വീണ് 2 പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി മാന്നാർ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ചെന്നിത്തല കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ് 2 പേർ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി മാന്നാർ മിനി സിവിൽ സ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ ചെങ്ങന്നൂരിൽ നിന്നുള്ള ജനപ്രതിനിധി, അദ്ദേഹം ഒരു മാനുഷിക പരിഗണന പോലും ഈ കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പോയില്ല. അദ്ദേഹം പറഞ്ഞ നിർമ്മാണത്തിലുള്ള കുഴപ്പമല്ല, ആദ്യം വന്നിട്ട് അദ്ദേഹം ഈ 2 ആത്മാക്കൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന 2 ആത്മാക്കളെ സാക്ഷി നിർത്തി അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിലെ MLA പറയുകയാണ് നിർമ്മാണത്തിലൊരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി 13 സ്പാനുകളും ഒരു കുഴപ്പമില്ലാതെ തീർന്നല്ലോ. 14ാമത്തെ സ്പാനാണല്ലോ മറിഞ്ഞു വീണേ. 13 സ്പാനും ഒരു നിർമ്മാണത്തിലൊരു കുഴപ്പമില്ലാത്തത് കൊണ്ട് 14ാമത്തെ സ്പാനിൻ്റെ നിർമ്മാണത്തിൽ ഈ ഇടിഞ്ഞു വീണ ഗഡറിൻ്റെ താഴെയുള്ള ഈ ഷീറ്റ് ഇടിഞ്ഞു വീണ് കോൺക്രീറ്റ് അടക്കം ഇടിഞ്ഞു വീണതിൽ ഒരു അപാകതയും ഇല്ല എന്ന് അദ്ദേഹം ഇവിടെ വന്ന് യാതൊരു മനസാക്ഷിയില്ലാതെ ഇത്രയും മഹാജനങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ്. എന്തൊരു ഇവരൊക്കെ രക്തമില്ലാത്ത മനുഷ്യരാണ്. ത്തിൽ അപാകത പറ്റിയില്ലെങ്കിൽ മിസ്റ്റർ സജി ചെറിയാൻ പിന്നെ എന്തിനാണ് കേരളത്തിലെ PWD മന്ത്രി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ആ മന്ത്രി, നിങ്ങളൊരു സഹമന്ത്രിയാണല്ലോ, നിങ്ങൾ പറഞ്ഞത് അങ്ങ് മോഹവിലക്കെടുത്ത് കേരളത്തിലെ PWD മന്ത്രി അതിനകത്ത് വലിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് കോൺട്രാക്ടറുടെയും PWD ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെയും ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് വിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ന്യായീകരണ തൊഴിലാളിയായിട്ട് വരുന്ന മുഹമ്മദ് റിയാസ് പോലും നിങ്ങൾ പറഞ്ഞത് മോഹവിലക്കെടുത്തില്ല. ഉടൻ തന്നെ അദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുക ചെയ്തത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്തുകൊണ്ടാണ്? ആ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന് കേരളത്തിലെ PWD മന്ത്രിക്ക് മനസ്സിലായി. 2 ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിൽ 2 ജീവനുകൾ പൊലിഞ്ഞത് പിണറായി സർക്കാർ നടത്തിയ നരബലിയാണെന്ന് ബാബുപ്രസാദ് ആരോപിച്ചു. ഈ ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ള പാലത്തിന്റെ കരാറുകാരനെയും ഉത്തരവാദികളായ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൊലക്കുറ്റത്തിന് കേസെടുത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നും ബാബുപ്രസാദ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുജിത്ത് ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു. മാന്നാർ അബ്ദുൾ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. സണ്ണി ഗോവിലകം, തോമസ് ചാക്കോ, അലക്സ് മാത്യു, രാജൻ ചെങ്കിളിൽ, ജോൺ കെ മാത്യു, D നാഗേഷ് കുമാർ, അജിത്ത് പഴവൂർ, PB സൂരജ്, KC അശോകൻ, ഉഷ ഭാസി, പ്രദീപ് ശാന്തിസദനം, മധു പുഴയോരം, അനിൽ മാന്തറ, KR മോഹനൻ, രഘുനാഥ് പാർത്ഥസാരഥി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് മാന്നാർ.